ഏയ് നീ ഇങ്ങോട്ട് നോക്കിയേ, ഇത് എന്തിനാ ഈ കരയുന്നേ? എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ പറയാറില്ലേ, നമുക്ക് വേണ്ടി ചിലർ കരയണമൊക്കെ കാണുമ്പോൾ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെറിയ വേദനയോ പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായിരിക്കും. അപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, എനിക്കൊരു കുഴപ്പവും ഇല്ലടോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. എങ്ങനെയാ പറയാ? പല രീതിയിൽ പറയാം അല്ലേ. അപ്പം എങ്ങനെയാച്ചാലേ നമുക്ക് പറയാം, ഏയ് ലുക്ക് അറ്റ് മീ, ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ എന്ന് പറയാം. ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാ കരയണേ? ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ. ഞാൻ തികച്ചും ഓക്കെയാണ്, റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഹേ സീരിയസ്ലി ഐ എം ഓക്കെ. അങ്ങനെ പറയാം. സീരിയസ്ലി ഐ എം ഓക്കെ, ഞാൻ ഓക്കെയാണ്, അങ്ങനെയും പറയാം അല്ലേ. ഏയ് ഡോണ്ട് വേസ്റ്റ് യുവർ ടിയേഴ്സ്, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടിയേഴ്സ്. നീ ഇങ്ങനെ കരഞ്ഞ് എന്തിനാ ഈ കണ്ണീര് വേസ്റ്റ് ആക്കണേ അല്ലേ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ എന്താണ് പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നീ വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നുമില്ല ഇവിടെ. നമ്മളങ്ങനെ പറയാറില്ലേ, നീ കരുതും പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് യു തിങ്ക്. ഇറ്റ്സ് നോട്ട് ആസ് ബാഡ് ആസ് യു തിങ്ക്. നീ കരുതുന്നത് പോലെ, നോട്ട് ആസ് ബാഡ് ആസ് യു തിങ്ക്. നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ, അല്ലെങ്കിൽ ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നൊക്കെ പറയാം. ഇനി ഒരു നല്ല പ്രയോഗം കൂടെ പറഞ്ഞു തരട്ടെ. അതാണ് ടഫ് കുക്കി. ടഫ് കുക്കി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്ര പെട്ടെന്ന് തളരുന്ന ആളൊന്നുമല്ല, ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ടഫ് കുക്കി. അപ്പോൾ ഇങ്ങനെ പറയാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ അത്ര പെട്ടെന്ന് തളരുന്ന ആളല്ല. അപ്പോൾ ഇങ്ങനെ പറയാം, കം ഓൺ, ഐ എം എ ടഫ് കുക്കി, ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ എന്ന് പറയാം. ഐ എം എ ടഫ് കുക്കി, ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്ത് പ്രതിസന്ധി വന്നാലും തളരാത്ത ആ ടഫ് കുക്കിയാണോ? Are you a tough cookie? Let me know in the comments.